ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും ജൂവും കൂടെ ഇന്ന് ഗ്ലോബൽ വില്ലേജ് പോയതാണ്. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യാൻ ഈ വീഡിയോ കുറേ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, കുറേ മുന്നേ പോയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അന്ന് പോയ ദിവസം ഒരുപാട് സ്ഥലത്ത് കറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മക്കൊണ്ട് പറ്റുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള കുറേ സാധനങ്ങളുടെ വീഡിയോ ആട്ടോ ഞാൻ ഇതിലിടുന്നത്. അവിടെയുള്ള കുറേ സ്പൈസസ് അതൊക്കെയാണ്. അവിടെ ഒരു മാർക്കറ്റാണ് സത്യം പറയുകയാണെങ്കിൽ. കുറേ ആൾക്കാരും പിന്നെ അവിടെ കുറേ പവലിയൻസ് ഉണ്ട്. ആ പവലിയൻസിലൊക്കെ നമുക്ക് കയറാം. ഓരോ രാജ്യത്തുള്ള ഓരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറേ ട്രഡീഷണൽ സാധനങ്ങളുണ്ട് അവിടെ. ഇതൊക്കെ സ്പൈസസിൻ്റെ ഏരിയ ആണ്. അതെനിക്ക് കൂടുതൽ കാണാനും നല്ല ഇഷ്ടമായി. എനിക്കിഷ്ടമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെത്. നമ്മൾ കാണാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ കോഫി ഉണ്ടല്ലോ, കോഫിയെല്ലാം പല കളറിലായിരുന്നു. ഈ കാണുന്നതൊക്കെ കോഫി ആട്ടോ. ഇതൊക്കെ പല കളറിലാണ്. ഇത് നമ്മൾ നോർമലി കാണുന്നത്, ബാക്കി കാണുന്നതെല്ലാം പല കളറിലുള്ള. പിന്നെ ഇവിടെ ഒരു ഹണീൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. അതും അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് ഹണിയായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി. നമ്മൾ ഇവിടുന്നൊക്കെ ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ കുറേ കത്തി കൊടുവാൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ ടൈപ്പ് മാലകളെല്ലാം നമ്മൾ ഡൽഹിയിലൊക്കെ പോയാൽ കൂടുതൽ കാണുന്ന സാധനങ്ങളാണ്. പിന്നെ അത് സാഫ്രോണിൻ്റെ ഏരിയ ആയിരുന്നു. ഇതെന്തോ ഒരു കല്ല് കണ്ടപ്പോൾ എനിക്കത് കുറച്ച് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. പിന്നെ പർദ്ദ, പിന്നെ കുറേ ഡ്രസ്സസിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കൊന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ തന്നെയാണ് മാക്സിമം സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മളും കുറച്ച് പർദ്ദൻ്റെ ഷോപ്പിലൊക്കെ കയറി നോക്കി. പക്ഷേ റേറ്റൊന്നും വലിയ കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല. പിന്നെ കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കുറേ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു, ആൻറ്റിക്. പിന്നെ അവിടെ നിന്ന് എന്തോ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജ്യൂസ് തന്നു. ഈ ഒരു സാധനം വാങ്ങി നമ്മൾ കുടുങ്ങിയിട്ടോ. ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമായിരുന്നു അത്. പിന്നെ അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അതും കണ്ടു. പിന്നെ ഇയാൾ പെയിൻറ്റ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈജിപ്തിൻ്റെ ഈ ഒരു പവലിയൻ്റെ അടുത്ത് എത്തിയപ്പം കണ്ട ഒരു കാഴ്ചയാണത്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഒരു ബലൂൺസൊക്കെ വെക്കുന്നത് ഇവിടെ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കുറേ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്ന് പിന്നെ ഈ ഒരു കോണും ചെസ്നട്ടിൻ്റെ ഒരു ഏരിയയിലെത്തി. അതും വെറുതെ ഒന്ന് വീഡിയോ എടുത്തു ഞാൻ. ഇതൊക്കെ ഒരു ഇറാനി പവലിയൻ കേട്ടോ. ഭയങ്കര രസമായി കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം മഗ്‌രിബായപ്പോൾ പ്രെയർ റൂമിലേക്ക് പോയി. മാഷാഅല്ലാ, അടിപൊളി പ്രെയർ റൂം ആട്ടോ. കുറേ അത്യാവശ്യം നല്ല സ്ഥലം തന്നെ ഉണ്ട് അവിടെ. ഇവിടെ പോയാലുള്ളൊരു കാര്യമാണ്, എല്ലായിടത്തും പ്രെയർ റൂം അവൈലബിൾ ആയിരിക്കും. പിന്നെ ഖത്തർ പവലിയൻ, പിന്നെ കുറേ അങ്ങനത്തെ പവലിയൻസ് കണ്ട്. പിന്നെ കുറേ ഒരാൾ ഡ്രോ ചെയ്യുന്നത് എന്തോ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ അറബികളൊക്കെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ സ്പോട്ടിൽ തന്നെ അവർ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പിക്ചർ വരക്കുന്ന ആളുണ്ട്. ഇത് ആഫ്രിക്കൻ്റെ അവിടെ പോയപ്പോൾ എന്തോ ക്രീമും കാര്യങ്ങളൊക്കെ നമ്മളെ കൈമേലൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു പുക വരുന്ന ചീസ് ബോൾ വാങ്ങിയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ട് കേട്ടോ, അത് വായിലിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡിൻ്റെ ഏരിയയിലേക്ക് കേട്ടോ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ ചെറുതായിട്ടൊരു സംഭവം വാങ്ങി അത് അവിടെ നിന്ന് തന്നെ കഴിച്ച്. പിന്നെ ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാം അവിടെ കണ്ട്. അപ്പോഴത്തേക്കന്നെ രാത്രിയായി. അങ്ങനെ 8 മണിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.